ഭാരതത്തിൽ വോട്ട് ജിഹാദോ? ഇവിടെ ലവ് ജിഹാദ് ഇല്ലെന്ന് ലോക്സഭയിൽ ഉത്തരം നൽകിയ സർക്കാരിന്റെ പ്രധാനമന്ത്രി മോദി ഗുജറാത്തിലെ ആനന്ദിൽ നടത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർത്തിയ ആശങ്ക വല്ലാത്ത അസ്വസ്ഥതയാണ് നിരീക്ഷകരിൽ ഉണ്ടാക്കുന്നത്. ഹിന്ദു വർഗീയത ആളിക്കത്തിക്കുന്നതിന് മോദി കണ്ടെത്തിയ ഏറ്റവും പുത്തൻ ആയുധം എന്ന് മിക്കവാറും എല്ലാവരും ഈ പ്രചാരണത്തെ ചിത്രീകരിക്കുമ്പോഴും തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം മാത്രമായി കണക്കാക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം ന്യായമായും ഉയരുന്നു. മാത്രവുമല്ല, മോദിക്കെതിരെ വല്ലാത്ത വിമർശനം അഴിച്ചുവിടുന്നവർ എന്തോ വോട്ട് ജിഹാദിന് ആഹ്വാനം ചെയ്തവരെ തൊടുന്നില്ല എന്ന ചോദ്യവും പ്രസക്തമാണ്. മുൻ കേന്ദ്രമന്ത്രി സൽമാൻ ഖുർഷിദിന്റെ ബന്ധുവും സമാജ്വാദി പാർട്ടി നേതാവുമായ മരിയ ആലം ഖാൻ ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിലെ കൈംഗഞ്ചിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി നേവൽ കിഷോർ ഷാക്യയ്ക്ക് വേണ്ടി പ്രചാരണം നടത്തുമ്പോൾ നടത്തിയ ഒരു ആഹ്വാനമാണ് വോട്ട് ജിഹാദ്. മോദി സർക്കാരിനെ പുറത്താക്കുവാൻ വോട്ട് ജിഹാദിന് തയ്യാറാകുവാൻ അവർ മുസ്ലിമുകളെ ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രി മോദി ചൂണ്ടിക്കാണിച്ചതുപോലെ അറിവില്ലാത്ത ആരോ നടത്തിയ നിഷ്കളങ്കമായ ആഹ്വാനമായിരുന്നില്ല അത്. ഉത്തർപ്രദേശിലെ എല്ലാ അർത്ഥത്തിലും സമ്പന്നമായ ഖുർഷിദ് കുടുംബത്തിലെ ഇളമുറക്കാരി നടത്തിയ ബോധപൂർവമായ പ്രയോഗമാണത്. മരിയയുടെ പ്രസംഗത്തിനെതിരെ ഗൈംഗഞ്ച് പോലീസും ഫറൂഖാബാദ് പോലീസും കേസെടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാറില്ല, കാരണം അവ വളരെ വേഗം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം. മരിയയുടെ പ്രയോഗത്തെക്കുറിച്ചുള്ള പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരോട് ഖുർഷിദ് പറഞ്ഞു. ഫറൂഖാബാദിൽ സൽമാനും സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ് എനിക്ക് ആലിഗഡ് വാഗ്ദാനം ചെയ്തതാണ്, പക്ഷേ എനിക്ക് തട്ടകം ഫറൂഖാബാദ് ആയതുകൊണ്ട് ഞാൻ ആ വാഗ്ദാനം നിരസിച്ചു. സൽമാൻ ഖുർഷിദിനു വേണ്ടി പ്രസംഗിക്കുമ്പോഴും മരിയ ഈ പ്രയോഗം നടത്തിയിരുന്നു. ആ യോഗത്തിൽ സൽമാൻ സംബന്ധിച്ചിരുന്നില്ല, എങ്കിലും അദ്ദേഹത്തിനെതിരെയും പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. മതപരമായ വികാരം ഉപയോഗപ്പെടുത്താൻ നോക്കിയതിന് തെരഞ്ഞെടുപ്പ് മാതൃക പെരുമാറ്റച്ചട്ട ലംഘനത്തിന് ചട്ടത്തിലെ 188 വകുപ്പ് അനുസരിച്ചാണ് കേസെടുക്കുന്നത്. ഉത്തർപ്രദേശിൽ സോഷ്യൽ മീഡിയയിൽ മരിയയുടെ പ്രസംഗം വൈറലായിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു. വിവാദമായതോടെ വിശദീകരണം തേടിയെത്തിയ മാധ്യമപ്രവർത്തകരോട് മരിയ പറഞ്ഞു, ബുദ്ധിപൂർവകമായും വൈകാരികമായല്ലാതെയും ആരുടെയും കെണിയിൽ പെടാതെയും വോട്ട് ചെയ്യണം എന്നാണ് ഞാൻ ആഹ്വാനം ചെയ്തത്. സംഘി സർക്കാരിനെ പുറത്താക്കുന്നതിനുള്ള ജിഹാദായി വോട്ടിനെ കണക്കാക്കണം. ഇല്ലെങ്കിൽ സംഘി സർക്കാർ നമ്മെ ഇല്ലാതാക്കും. ഭരണഘടനയും ജനാധിപത്യവും മാത്രമല്ല, ഇന്ത്യയിൽ മനുഷ്യൻ അപകടത്തിലാണ്. രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ അതിന്റെ മനോഹാരിതയും ബഹുസ്വര സംസ്കാരവും കാത്തു സൂക്ഷിക്കണമെങ്കിൽ വിവേകപൂർവം വോട്ട് ചെയ്യുക. ആരുടെയും കെണിയിൽ പെടരുത്, അവർ മുസ്ലിമുകളോട് ആവശ്യപ്പെട്ടു. ഇവിടെ ഏതാനും മുസ്ലിമുകൾ BJPയുടെ മുകേഷ് രാജ് പുട്ടിനു വേണ്ടി ഒരു സമ്മേളനം സംഘടിപ്പിച്ചതായി അറിഞ്ഞു. സമൂഹം അവരെ ബോയ്ക്കോട്ട് ചെയ്യണം, അത്ര സ്വാർത്ഥരാകരുത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത്, അവർ പറഞ്ഞു. ഈ വാക്കുകളൊന്നും ആർക്കും വർഗീയമായി തോന്നുന്നില്ല എന്നതാണ് ഈ വിവാദത്തിലെ വലിയ വിരോധാഭാസം. മരിയയുടെ വാക്കുകൾ വിവാദമായപ്പോൾ ഇന്ത്യ സഖ്യം നേതാക്കൾ അവരെ ന്യായീകരിച്ച് രംഗത്തെത്തി. ഒരു കൃത്യമായ ലക്ഷ്യത്തോടെ നടത്തുന്ന പോരാട്ടമാണ് ജിഹാദ് എന്നും അതിനപ്പുറമുള്ള അർത്ഥമൊന്നും അതിനില്ലെന്നുമാണ് ന്യായീകരിക്കപ്പെട്ടത്. സൽമാൻ ഖുർഷിദും ഈ വിശദീകരണം നൽകി. പലപ്പോഴും വോട്ട് ചെയ്യാൻ മടിക്കുന്ന മുസ്ലിം സ്ത്രീകൾ അടക്കം എല്ലാവരും വോട്ട് ചെയ്യാൻ എത്തുന്നതിനു വേണ്ടി മരിയ പറഞ്ഞ വാക്കുകളാണത്. സമാജ്വാദി പാർട്ടി ജില്ലാ പ്രസിഡന്റ് ചന്ദ്രപാൽ ന്യായീകരിച്ചു. ഇന്ത്യ മുന്നണിയുടെ ന്യായവാദങ്ങളെ മുഖവിലക്കെടുക്കാതെ ഈ വാക്കുകളെ പുതിയ ഒരു ജിഹാദ് കൂടി വരുന്നു എന്ന മുന്നറിയിപ്പാക്കുകയായി പ്രധാനമന്ത്രി മോദി. ഗുജറാത്തിലെ ആനന്ദിൽ അദ്ദേഹം പറഞ്ഞു, ലവ് ജിഹാദ്, ഭൂമി ജിഹാദ് എന്നൊക്കെയാണ് ഇതുവരെ കേട്ടിട്ടുള്ളത്. ഇപ്പോഴിതാ പുതിയൊരു ജിഹാദ് വരുന്നു, വോട്ട് ജിഹാദ്. ന്യൂനപക്ഷ സമുദായത്തിന് വോട്ട് ജിഹാദ് ആവശ്യമാണ്, അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതൊരു മദ്രസ വിദ്യാർത്ഥി പറയുന്നതല്ല, വിദ്യാസമ്പന്ന കുടുംബത്തിൽ നിന്നും വരുന്ന ഒരു വ്യക്തി പറയുന്നതാണ്. ആർക്കെതിരെയാണ് ജിഹാദ് എന്ന് അറിയാമല്ലോ, മോദി ചോദിക്കുന്നു. ഒരു വശത്ത് പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക, ജനറൽ വിഭാഗങ്ങളെ ഭിന്നിപ്പിക്കുവാൻ ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നു. കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ വിഷ്ണു ഭക്തരെയും ശിവഭക്തരെയും തമ്മിലടിപ്പിക്കാൻ നോക്കുന്നു. മോദി മുന്നറിയിപ്പ് നൽകി. ജനാധിപത്യത്തിന് അപമാനമാണ് ഈ കളി. നമ്മുടെ ഭരണഘടനയ്ക്ക് അപകടം ഉണ്ടാക്കുന്നതിനുള്ള നീക്കമാണിത്.
കോൺഗ്രസ് ഈ ആഹ്വാനത്തെക്കുറിച്ച് പ്രതികരിക്കുക പോലും ചെയ്യാത്തത് അപമാനകരമാണ്. മരിയ ഉദ്ദേശിച്ചത് എന്തായാലും ഹിന്ദു വികാരം ഊതിക്കത്തിക്കുന്നതിന് എല്ലാ മാർഗവും നോക്കുന്ന മോദിക്ക് പുതിയൊരു ആയുധം ഉണ്ടാക്കി കൊടുക്കുകയാണ് മരിയ ആലം ഖാൻ ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടം കഴിയുമ്പോഴേക്കും തീവ്ര ഹിന്ദുത്വ നിലപാടിനേക്കാൾ മുസ്ലിം വിരുദ്ധത വോട്ടാക്കുവാൻ BJPയും പ്രധാനമന്ത്രിയും ശ്രമിക്കുന്നത് പോലെ തോന്നും. അതിനുള്ള ആയുധങ്ങൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെ BJP കണ്ടെത്തുന്നു. ലോക്സഭയിൽ 400 സീറ്റ് നേടാനുള്ള നീക്കത്തിൽ BJP കോൺഗ്രസിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക വ്യാഖ്യാനിച്ചുകൊണ്ട് മോദി തന്നെ അവരുടെ മുസ്ലിം പ്രീണനത്തിനെതിരെ ശക്തമായി കടന്നാക്രമിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ആശയങ്ങളാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെന്ന് ഓരോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി മോദി വാദിക്കുന്നു. മോദി പറയുന്നതിന് മറുപടി പറയാൻ സമയം പാഴാക്കി 2014-ലും 2019-ലും അപകടത്തിൽപ്പെട്ട കോൺഗ്രസ് ഇക്കുറി മോദിയുടെ ആരോപണങ്ങളെ അവഗണിച്ച് നീങ്ങുകയാണ്. പക്ഷേ മോദിക്ക് വേണ്ട വടി വന്നു വീഴുന്നുണ്ട്. ലോക മുസ്ലിം നേതാക്കൾ മോദിയുടെ ആരോപണങ്ങളെക്കുറിച്ച് നടത്തുന്ന പ്രതികരണങ്ങൾ മിക്കവാറും രാഹുൽ സ്തുതികളാണ്. അതുകൊണ്ട് മോദിക്ക് ആയുധമായി. ഉദാഹരണത്തിന് പാകിസ്ഥാൻ മന്ത്രി CH ഫവാദ് ഹുസൈന്റെ എക്സിലെ കുറിപ്പ് രാഹുൽ ഓൺ ഫയർ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ പാകിസ്ഥാന്റെ മാനസപുത്രനാണെന്ന് വരുത്താൻ മോദി ശ്രമിക്കുന്നു. രാജസ്ഥാനിലും മറ്റും പ്രസംഗിക്കുമ്പോൾ മുസ്ലിം വിരുദ്ധ പ്രയോഗങ്ങൾ അദ്ദേഹം മറയില്ലാതെ ഉപയോഗിച്ചു. അതിക്രമിച്ച് കടന്നു വന്നവർ, കൊള്ളയടിച്ചവർ, കീഴടക്കിയവർ, വല്ലാതെ പെരുകുന്നവർ തുടങ്ങിയ വാക്കുകളാണ് മുസ്ലിമുകളെ കുറിച്ച് അദ്ദേഹം ഉപയോഗിച്ചത്. നിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുത്ത് അവർക്ക് കൊടുക്കാൻ കോൺഗ്രസ് നോക്കുന്നു, മോദി ജനങ്ങളോട് പറയുന്നു. ജാതി സെൻസസ് എന്ന ആശയത്തിലൂടെ BJPയുടെ വോട്ട് ബാങ്കായ ഹിന്ദുക്കൾക്കിടയിൽ കോൺഗ്രസ് വിതയ്ക്കുവാൻ നോക്കിയ ഭിന്നതയുടെ വിത്തുകൾ വലിയ ആയുധമാക്കുകയാണ് മോദി. താൻ ഉള്ളിടത്തോളം കാലം ജാതി സെൻസസ് നടക്കില്ലെന്ന് മോദി വെല്ലുവിളിക്കുന്നു. ഇന്ത്യയിലെ വികസനത്തിന്റെ നേട്ടങ്ങൾക്ക് ഒന്നാമത്തെ അവകാശികൾ മുസ്ലിമുകൾ ആണെന്ന് 2006-ലെ മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തെയും കോൺഗ്രസ് എല്ലാം മുസ്ലിമുകൾക്ക് കൊടുക്കുവാൻ പോകുന്നു എന്ന ആരോപണത്തിന് തെളിവായി മോദി ഹാജരാക്കുന്നു. കോൺഗ്രസ് ഭരണഘടന പോലും മുസ്ലിമുകൾക്കായി ഭേദഗതി ചെയ്യും എന്നുവരെ മോദി ഭയപ്പെടുത്തുന്നു. അമേരിക്കയിലെ പിന്തുടർച്ചാ നിയമത്തെക്കുറിച്ച് കോൺഗ്രസുകാരുടെ ബുദ്ധികേന്ദ്രമായ സാം പിട്രോഡ നടത്തിയ നിർദ്ദേശം കോൺഗ്രസ് നടപ്പാക്കുമെന്നും മോദി ഭീഷണിപ്പെടുത്തുന്നു. കോൺഗ്രസിന് ഉള്ളിലും തലവേദനകളാണ്. ഡൽഹി PCC അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലവ്ലി രാജിവെച്ചു. ഗുജറാത്തിലെ സൂററ്റിലെ സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയുടെ നോമിനേഷൻ തള്ളപ്പെട്ടു. 6 ദിവസം കാണാനില്ലാതിരുന്ന അദ്ദേഹം ഇപ്പോൾ BJPയിലാണ്. അതുപോലെ മധ്യപ്രദേശിലെ ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ കാന്തി ബാം നോമിനേഷൻ പിൻവലിച്ചു, BJPയിൽ ചേർന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എങ്കിലും പകച്ചുപോയിട്ടുണ്ട് കോൺഗ്രസ്. മതേതര കൊടി പിടിച്ചാണ് കോൺഗ്രസ് എല്ലായിടത്തും മുസ്ലിം പ്രീണനം നടത്തുന്നത് എന്നതുകൊണ്ട് കോൺഗ്രസിന് ഈ ആരോപണങ്ങളെ ശക്തമായി നേരിടാനാവുന്നില്ല. പിന്നോക്കക്കാർക്കുള്ള സംവരണം ജാതി അടിസ്ഥാനത്തിലാക്കി മുസ്ലിമുകൾക്ക് കൊടുക്കുന്നതിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന മോദിയുടെ ആരോപണങ്ങളെ അതേ നാണയത്തിൽ നേരിടാൻ കോൺഗ്രസിനാവുന്നില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജാതി അടിസ്ഥാനത്തിൽ മുസ്ലിമുകൾക്ക് സംവരണം കൊടുക്കുന്നത് മോദി ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു. മുസ്ലിം സമൂഹം വലിയ രീതിയിൽ വളർന്നതായും അവരുടെ ജനന നിരക്ക് ഭീകരമാണെന്നും വരെ മോദി പറഞ്ഞതിനെ തുടർന്ന് ഈ ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ മാധ്യമങ്ങൾ തന്നെ രംഗത്തിറങ്ങി. ഹിന്ദു ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠന റിപ്പോർട്ട് അനുസരിച്ച് ഭാരതത്തിൽ മുസ്ലിമുകളുടെ അടക്കം എല്ലാ സമൂഹങ്ങളുടെയും ജനന നിരക്ക് കുറയുകയാണ്. മുസ്ലിമുകളാണ് ഇപ്പോഴും വളർച്ചാ നിരക്കിൽ ഒന്നാമത് എങ്കിലും അത്ര ഭീകരമായ വളർച്ച ഇല്ല. ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി നിരക്ക് 2019-21 കാലത്ത് 1.94 ആണെങ്കിൽ മുസ്ലിമുകൾക്ക് അത് 2.36 ആണ്. 2015-16 കാലത്ത് അത് 2.13-ഉം 2.62 ആയിരുന്നു. 2019-21 കാലത്ത് ക്രൈസ്തവരുടെ നിരക്ക് 1.88-ഉം സിഖുകാരുടേത് 1.61-ഉം ബുദ്ധരുടേത് 1.39-ഉമാണ്. ഈ 3 സമൂഹങ്ങൾക്കും 2015-16 കാലത്തും ഇതേ നിരക്കായിരുന്നു.
ഇതുവരെ രഹസ്യമായി പ്രചരിപ്പിച്ചിരുന്ന കാര്യങ്ങൾ എന്തേ മോദിയും BJPയും ഇത്ര സുപ്രധാനങ്ങളാക്കുന്നു എന്ന ചോദ്യമുണ്ട്. 2014 വികസനവും 2019 ദേശീയതയും വോട്ടാക്കിയതുപോലെ 2024 മുസ്ലിം വിരുദ്ധത വോട്ടാക്കാൻ നോക്കുന്നു എന്നതാവും ഏറ്റവും നല്ല വ്യാഖ്യാനം. ഇതെല്ലാം ഭൂരിപക്ഷം കിട്ടില്ലെന്ന ഭീതിയിൽ നിന്നും ഉണ്ടാവുന്ന വികല്പങ്ങളാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതും നല്ല വ്യാഖ്യാനമാണ്. ഏതായാലും ജൂൺ 4 ശേഷം നാട്ടിലാകെ പര്യടനം നടത്തുമെന്ന് മോദി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനത്തെക്കുറിച്ചും ഭരണഘടന ഇല്ലാതാക്കി മുസ്ലിം താൽപര്യം സംരക്ഷിക്കുന്നതിന് നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ചും ജനങ്ങളോട് പറയുന്നതിനാണ് ഈ യാത്ര എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഭൂരിപക്ഷം ലഭിച്ചാൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റെന്തെങ്കിലും കൂടി ഉണ്ടാകുമോ എന്ന് സംശയിക്കണം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ പോലെ ഒന്നാവുമോ അത് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. അത്തരം ഒരു യാത്രയെക്കുറിച്ച് പറയുന്നത് 400 എന്ന മാജിക് നമ്പർ മാത്രമല്ല, ഭൂരിപക്ഷം എന്ന കടമ്പയെക്കുറിച്ച് പോലും ഉള്ള സംശയത്തിൽ നിന്നാവുമോ? പ്രതിപക്ഷത്താണെങ്കിൽ ഇത്തരം യാത്രയിലൂടെ 2029 തിരഞ്ഞെടുപ്പിനുള്ള നേതൃത്വ സ്ഥാനം ഉറപ്പിച്ച് നിർത്താനാവുമല്ലോ. ഇന്ത്യൻ മുസ്ലിമുകളെ കുറിച്ചുള്ള മോദിയുടെ വാക്കുകൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന വിധം അമുസ്ലിം സമൂഹങ്ങളിൽ പ്രത്യാഘാതം ഉണ്ടാക്കുമോ എന്ന് കണ്ടറിയണം. എങ്കിലും മുസ്ലിമുകൾക്കിടയിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു ജിഹാദി മനോഭാവം ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. ഫലത്തിൽ മോദിയുടെ വാക്കുകൾ ഗുണം ചെയ്യുക ഇന്ത്യ മുന്നണിക്കാർക്കാവില്ലേ? അവർ രഹസ്യമായി ചെയ്യാൻ ആലോചിക്കുന്നത് മോദി പരസ്യമാക്കി അവർക്ക് വോട്ട് നേടിക്കൊടുക്കുന്നു. പക്ഷേ ഇന്ത്യക്കാർ പല സംഘമായതുകൊണ്ട് മുഴുവൻ ഫലവും കിട്ടാതെ വരാം. അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ കാണിച്ച വൈഭവം പക്ഷേ ഒന്ന് വേറെയാണ്. ഒരു മാസത്തിലേറെ ദീർഘിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടം പിന്നിടുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് BJP പ്രഖ്യാപിച്ച 400 സീറ്റ് എന്ന ലക്ഷ്യത്തിൽ എത്തില്ലെന്ന് മാത്രമല്ല, ഭൂരിപക്ഷം എന്ന മാന്ത്രിക സംഖ്യ അവർക്ക് കിട്ടുമോ എന്ന കാര്യത്തിൽ പോലും സന്ദേഹമാവുകയാണ് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. 2014 2019 ഉണ്ടായിരുന്ന BJP അനുകൂല തരംഗങ്ങൾ ഒന്നും ഇക്കുറി ഇല്ലെന്നാണ് അവർ വിലയിരുത്തുന്നത്. 543 അംഗ ലോക്സഭയിലെ 93 സീറ്റുകളിലേക്കാണ് മെയ് 7 നടന്ന 3ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. 10 സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടന്നു. കേരളം അടക്കം 13 സംസ്ഥാനങ്ങളിലെ 89 സീറ്റുകളിലായിരുന്നു ഏപ്രിൽ 26 നടന്ന 2ാം ഘട്ട വോട്ടെടുപ്പ്. 21 സംസ്ഥാനങ്ങളിലെ 102 സീറ്റിലായിരുന്നു 1ാം ഘട്ടം. ഏപ്രിൽ 19 നടന്ന 1ാം ഘട്ടം, അതായത് 304 സീറ്റുകളുടെ വിധി കുറിച്ചു കഴിഞ്ഞു. 2019 തെരഞ്ഞെടുപ്പിൽ BJPക്ക് വൻ വിജയം കൊടുത്ത മണ്ഡലങ്ങളിലാണ് 3ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. 93-ൽ 80 സീറ്റും BJP മുന്നണിക്ക് കിട്ടിയ മണ്ഡലങ്ങളാണ് ഇവ. ഇക്കുറി അത് 65 വരെ താഴാം എന്നാണ് നിരീക്ഷകർ പറയുന്നത്. 2019 ഇവിടെ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയത് 12 സീറ്റുകളായിരുന്നു. അത് 27 ആവും എന്ന് കരുതപ്പെടുന്നു. കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഇന്ത്യ സഖ്യം നില മെച്ചപ്പെടുത്തുമെന്ന് തീർച്ചയാണത്രേ. മഹാരാഷ്ട്രയിൽ ശരത് പവാറും ഉദ്ധവ് താക്കറെയും മുന്നിലാണ് എന്നാണ് നിരീക്ഷക മതം. 4ാം ഘട്ടം മെയ് 13 നടക്കും. 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലാണ് അന്ന് വോട്ടെടുപ്പ്. മെയ് 20 5ാം ഘട്ടം. 10 സംസ്ഥാനങ്ങളിലെ 49 സീറ്റുകളിൽ മെയ് 20 5ാം ഘട്ടം. 10 സംസ്ഥാനങ്ങളിലെ 49 സീറ്റുകളിൽ മെയ് 25 6ാം ഘട്ടം. 7 സംസ്ഥാനങ്ങളിലെ 57 സീറ്റുകൾ. ജൂൺ 1 7ാം ഘട്ടം. 8 സംസ്ഥാനങ്ങളിലെ 57 സീറ്റുകളിലേക്ക്. ജൂൺ 4 വോട്ടെണ്ണൽ. പ്രവചനങ്ങൾക്കെല്ലാം അന്നുവരെയാണല്ലോ ആയുസ്. പിണറായി വിജയൻ എന്ന കേരളത്തിലെ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി കുറിക്കുന്ന വിപ്ലവകരമായ മാതൃകകൾ ചരിത്രം കുറിക്കുന്നവയാകുന്നുണ്ട്. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം കുടുംബസമേതം ഒരു ത്രിരാഷ്ട്ര പര്യടനത്തിന് തിരിച്ചതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്ന മാതൃക. ഇതുവരെയുള്ള വിവരമനുസരിച്ച് മുഖ്യമന്ത്രി നടത്തുന്നത് സ്വകാര്യ യാത്രയാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും സ്വന്തം ചിലവിലാകണം യാത്ര. കുടുംബസമേതം ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിയോ ഏതാനും ദിവസത്തേക്ക് സ്വന്തം ചിലവിൽ ഒരു യാത്ര നടത്തുന്നതിൽ എന്താണ് അപാകത?
രാഷ്ട്രീയ തിരക്കുകൾ മൂലം കുടുംബത്തോടൊപ്പം ചിലവിടുന്നതിന് ഏറെ സമയം കിട്ടാത്ത മുഖ്യമന്ത്രി ഇത്തരം ഒരു യാത്ര നടത്തുന്നതും കുടുംബത്തോടൊപ്പം മാത്രം ഏതാനും ദിവസങ്ങൾ ചിലവിടുന്നതും നല്ല മാതൃകയല്ലേ? ഇത്തരം ഒരു അവധിക്കാല യാത്രയ്ക്ക് മുഖ്യമന്ത്രി ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല സമയവും ആണിത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് മന്ത്രിസഭയ്ക്ക് കാവൽ ഭരണമാണ് കനിയുക. പുതിയ തീരുമാനം എടുക്കാനാവില്ല. അതുകൊണ്ട് മെയ് അവസാനം വരെ മാറി നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരാനുമില്ല. യാത്രയെക്കുറിച്ച് ഉയരുന്ന ബാക്കി വിമർശനങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതം കൂടിയാണ്. ഇതുവരെ കേരളം ഭരിച്ച 23 മന്ത്രിസഭകളിലായി ഉണ്ടായ 12 മുഖ്യമന്ത്രിമാരിൽ 11 പേരും കാണിക്കാത്ത മാതൃകയല്ലേ അദ്ദേഹം കാണിക്കുന്നത് എന്ന ചോദ്യത്തിന് അത്തരം എത്രയോ മാതൃകകൾ 7 വർഷം കൊണ്ട് അദ്ദേഹം കാണിച്ചു കഴിഞ്ഞു എന്നത് തന്നെയാണ് ഉത്തരം. കേരളത്തിന്റെ വാർഷിക വരുമാനത്തിൽ 10,000 കോടിയിലധികം രൂപയുടെ കുറവുണ്ടായതായും അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതത്തിലും വായ്പ എടുക്കുന്നതിനുള്ള തുകയുടെ പരിധിയിലും എല്ലാം വലിയ കുറവുകൾ ഉണ്ടാകുമെന്നും വാർത്ത വന്നതിന് പിറ്റേന്ന് ഭാരതം പൊതുതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയും കുടുംബവും അദ്ദേഹം ധീരമായി മന്ത്രിയാക്കിയ മരുമകനും കുടുംബവും 2 ആഴ്ചത്തെ സുഖവാസത്തിനായി വിദേശ പര്യടനത്തിന് പുറപ്പെട്ടത് അദ്ദേഹത്തിന്റെ എതിരാളികൾക്ക് പിടിച്ചിട്ടില്ല. അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ഏത് കാര്യത്തെയാണ് അവർ കുറ്റപ്പെടുത്താത്തത്? ഈ സമീപനമാണ് ശരിയായ വിമർശനങ്ങൾ പോലും അവഗണിക്കപ്പെടുന്നതിന് കാരണം. 1957 EMS മുതൽ 2021 പിണറായി വരെ കേരളത്തിൽ 23 മന്ത്രിസഭകൾ ഉണ്ടായി. പക്ഷേ ഇക്കാലത്ത് ഭരിച്ചത് 12 മുഖ്യമന്ത്രിമാർ മാത്രം. അവരിൽ ഏറ്റവും അധികം തവണ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റത് കോൺഗ്രസിലെ കെ കരുണാകരനാണ്, 4 വട്ടം. AK ആന്റണി, EK നായനാർ എന്നിവർ 3 വട്ടവും, EMS, C അച്യുതമേനോൻ, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ എന്നിവർ 2 വട്ടവും, മറ്റുള്ളവർ ഓരോ വട്ടവുമാണ് മുഖ്യമന്ത്രിമാരായത്. ഏറ്റവും കുറച്ചുകാലം മുഖ്യമന്ത്രിയായിരുന്നത് മുസ്ലിം ലീഗിലെ CH മുഹമ്മദ് കോയയും ഏറ്റവും അധികകാലം ഭരിച്ചത് EK നായനാരും ആണ്. 10 വർഷവും 353 ദിവസങ്ങളും. തുടർച്ചയായി ഏറ്റവും അധികകാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 1969 അധികാരത്തിൽ വന്ന C അച്യുതമേനോന് 1970 തുടർഭരണം കിട്ടിയെങ്കിലും 2016 അധികാരത്തിൽ വന്ന പിണറായിക്ക് 2021 ലഭിച്ചതുപോലുള്ള ഒന്നായിരുന്നില്ല അത്. EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഇവരെല്ലാം തന്നെ ലാളിത്യത്തിന്റെ കാര്യത്തിൽ പരസ്പരം മത്സരിക്കുന്നവരായിരുന്നു. 40ഓളം വാഹനങ്ങളുടെ അകമ്പടിയോടെ സഞ്ചരിക്കുന്ന പിണറായിയും ഓഫീസിലെ കസേരയിൽ വരെ അപരിചിതർക്ക് കയറിയിരിക്കുവാൻ അവസരം കൊടുത്ത ഉമ്മൻചാണ്ടിയും എങ്ങനെ തുലനം ചെയ്യപ്പെടും? ആദ്യത്തെ മുഖ്യമന്ത്രി EMS അധികാരമേറ്റ് ആദ്യം ചെയ്തത് മന്ത്രിമാരുടെ ശമ്പളം ഏതാണ്ട് പകുതി കണ്ട് കുറയ്ക്കുകയായിരുന്നു. 1977 മുഖ്യമന്ത്രി സ്ഥാനം വിട്ട കരുണാകരന് തലസ്ഥാനത്ത് ഒരു വാടക വീട് കിട്ടാൻ പോലും ക്ലേശമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിനായി ഓടി നടന്നപ്പോൾ കുടുംബത്തിന്റെ കാര്യം നോക്കാൻ മറന്നതിനെക്കുറിച്ച് അദ്ദേഹം പരിതപിക്കുന്നത് കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം വിട്ട അച്യുതമേനോൻ വൈകുന്നേരങ്ങളിൽ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ സാധാരണക്കാരനെ പോലെ ചെന്നിരിക്കാറുണ്ടായിരുന്നു. പെൻഷനായി കിട്ടിയ തുക ചില സഖാക്കൾക്ക് സഹായമായി കൊടുത്തതുകൊണ്ട് വ്യക്തിപരമായ പല ആവശ്യത്തിനും അദ്ദേഹം ബുദ്ധിമുട്ടിയതായും വായിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം വിട്ട CH വീട്ടിൽ പോകുവാൻ കൂട്ടുകാരന്റെ കാർ കാത്ത് നിന്നതായും കേട്ടിട്ടുണ്ട്. സുഹൃത്തുക്കൾക്ക് വേണ്ടി കണക്കില്ലാതെ ചിലവിട്ടിരുന്ന CHന്റെ മകന് കുട്ടിക്കാലത്ത് നല്ല ഉടുപ്പ് ഇല്ലാതിരുന്നതിനെ കുറിച്ച് മകൻ മുനീർ പറഞ്ഞ സങ്കടം കേട്ടിട്ടുണ്ട്. രോഗബാധിതനായി മരണക്കിടക്കയിലായിരുന്ന ഉമ്മൻചാണ്ടി ഭാര്യയോട് ഞാൻ നീതി ചെയ്തോ എന്ന് ചോദിച്ചതായി മറിയാമ്മ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തച്ചടി പ്രഭാകരന്റെ മകനും അച്ഛനെ കുറിച്ച് സങ്കടത്തോടെ പറഞ്ഞത് വായിച്ചിട്ടുണ്ട്. അതെല്ലാം പഴയ തലമുറയുടെ പുണ്യകഥകളായി വാഴ്ത്തപ്പെടുന്നുണ്ട്. ഇവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഏറെ സങ്കടങ്ങൾ പറയാനുണ്ടാവും. അതില്ലാതാക്കുവാൻ പൊതുജന സേവനത്തിനായി ഓടി നടക്കുന്ന മുഖ്യമന്ത്രിമാർ സ്വന്തം കുടുംബത്തോട് കാണിക്കേണ്ട കരുതൽ എത്ര മാതൃകാപരമായാണ് പിണറായി കാണിക്കുന്നത്. എല്ലാ വർഷവും കുടുംബത്തോടൊത്ത് 2 ആഴ്ച വിദേശത്ത് സുഖവാസത്തിന് പോകുന്നത് അദ്ദേഹം പതിവാക്കിയിരിക്കുന്നു. കട്ടൻ കാപ്പിയും കുടിച്ച് പരിപ്പുവടയും തിന്ന പാർട്ടി പ്രവർത്തനം നടത്തിയിരുന്ന തലമുറയ്ക്ക് എല്ലാവരും അങ്ങനെ തന്നെ തുടരണം എന്ന് ശഠിക്കുന്നവർക്ക് ഇതെല്ലാം കാണുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നതും സ്വാഭാവികം.
ഇത്തരത്തിലുള്ളവയാണ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിമാർക്കായി അദ്ദേഹം തുടക്കം കുറിക്കുന്ന എല്ലാ മാതൃകകളും എന്ന് കരുതുന്നില്ല. കേരളം സ്വതന്ത്ര രാഷ്ട്രമല്ലെങ്കിലും ഒരു വിദേശ രാഷ്ട്ര തലവനെ ഔദ്യോഗിക വസതിയിൽ സ്വീകരിച്ച ഏക മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്തായിരുന്നു അത്. ആ രാഷ്ട്ര തലവന് അന്നത്തെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് സംസ്ഥാനത്തിന്റെ വക സമ്മാനം കൊടുപ്പിക്കാനും ധൈര്യം കാണിച്ചു പിണറായി. വലിയ വിപ്ലവകാരിയായ ഉദ്യോഗസ്ഥൻ അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു. കൂട്ടുനിന്നതിന് ഫലമുണ്ടായി. ആ ഉദ്യോഗസ്ഥന് പിന്നീട് ക്യാബിനറ്റ് റാങ്ക് വരെ കൊടുത്തു പിണറായി. കേരളത്തിലെ പാവപ്പെട്ടവർക്കുള്ള പ്രതിമാസ പെൻഷൻ മാസങ്ങൾ കുടിശ്ശികയായിരിക്കുമ്പോഴാണ് സ്വന്തം ചിലവിലായാലും മുഖ്യമന്ത്രിയുടെ ഈ യാത്ര എന്ന് ഓർക്കുമ്പോൾ പെൻഷൻ കിട്ടാത്തവർക്ക് ചൊറിയുന്നത് വേറെ കാര്യം. അതെല്ലാം അങ്ങനെ കിടക്കുമ്പോഴും അദ്ദേഹം തന്റെ ഔദ്യോഗിക വസതി വല്ലാതെ മോടി പിടിപ്പിച്ചു. 23 മന്ത്രിസഭയിലെ 12 മുഖ്യമന്ത്രിമാരും ചെയ്യാതിരുന്നത്ര വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തി. ഔദ്യോഗിക വസതിയിൽ നടത്തുന്ന മോടി പിടിപ്പിക്കലിന് പിണറായിയുടെ താത്വിക ന്യായീകരണവും വന്നു. ഔദ്യോഗിക വസതിയല്ലേ, സ്വന്തം വീടല്ലല്ലോ. നാളത്തെ മുഖ്യമന്ത്രിക്കും ഉപയോഗിക്കാവുന്നതല്ലേ ഈ സൗകര്യങ്ങൾ. മുഖ്യമന്ത്രിയായി കിട്ടിയാൽ ഔദ്യോഗികമായി എത്തുന്ന ഏത് ദൂർത്തും ശരിയാവുന്നു. 2 നില മാത്രമുള്ള ഔദ്യോഗിക വസതിക്ക് ലിഫ്റ്റ് വെച്ചതടക്കമുള്ളതാണ് ഈ മാതൃകകൾ. പണ്ട് കാർ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ കെ കരുണാകരന് ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് ഔദ്യോഗിക വസതിയിൽ നീന്തൽക്കുളം ഉണ്ടാക്കിയതിനെ വല്ലാതെ പരിഹസിച്ച് നാട് മുഴുവൻ പ്രചരണം നടത്തിയ ഇടതുപക്ഷത്തിന്റെ സഖാവ് മുഖ്യമന്ത്രിയായപ്പോൾ ഔദ്യോഗിക വസതിയിൽ നീന്തൽക്കുളത്തിന് മുടക്കിയത് ലക്ഷങ്ങൾ. BJP-ക്കാരുടെ പശുഭക്തിയെ പരിഹസിച്ച് അവരെ ചാണകം എന്ന് നിന്ദിച്ച് കൊണ്ടിരിക്കുന്നവരുടെ മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയോട് ചേർന്നുണ്ടാക്കിയ തൊഴുത്തിന് ചെലവ് ലക്ഷങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലാകെ ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ സുരക്ഷിതനായി പ്രചരണം നടത്തിയ മുഖ്യമന്ത്രിക്ക് പ്രചാരണം തീർന്നപ്പോൾ 40 വാഹനങ്ങളുടെ അകമ്പടി വേണ്ടിവരുന്നു സുരക്ഷാ വ്യൂഹം. പിണറായിയെ ആക്രമിക്കാത്തവർ മുഖ്യമന്ത്രിയെ ആക്രമിക്കുമെന്ന് ഭീതിപ്പെടേണ്ടതുണ്ടോ? മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളം പലവട്ടം കൂട്ടുന്നതിൽ ഒരു മനസാക്ഷിക്കടിയും ഇല്ലാത്ത കാലമാണിത്. മുൻ MLA-മാർക്ക് പോലും യാത്രാ ചിലവിലേക്ക് 10,000-ങ്ങളുടെ കൂപ്പൺ. കാരുണ്യ പദ്ധതി മാത്രമല്ല, സർക്കാർ പെൻഷൻകാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പോലും ആർക്കും വേണ്ടാതാവുകയും അതിനെ ശരണം വയ്ക്കുന്നവർക്ക് മിക്കവാറും ഇടങ്ങളിൽ നിന്നും നിന്ദനം കിട്ടുമ്പോഴും പഴയകാല ജനപ്രതിനിധികൾക്ക് പോലും പരിധിയില്ലാത്ത ചികിത്സാ സഹായം. വലിയ രോഗികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രാജ്യനന്മയെ കരുതി നിരോധിക്കുന്നത് പോലും നല്ലതാണെന്ന് കരുതുന്നവരുണ്ട്. എതിരാളികളെ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് അദ്ദേഹം കാണിച്ച മാതൃകയും ഭീകരമാണ്. നവകേരള സദസ് യാത്രയ്ക്കെതിരെ കരിങ്കൊടി കാണിച്ച പ്രതിപക്ഷ പ്രവർത്തകരെ ഹെൽമറ്റ് കൊണ്ടും പൂച്ചട്ടി കൊണ്ടും ആക്രമിക്കുന്നതിനെ ന്യായീകരിച്ചു. അത് അവരെ രക്ഷിക്കുന്ന പ്രവൃത്തിയായി ചിത്രീകരിച്ചു. പിടിക്കപ്പെട്ട കേസുകളിൽ വാദിക്കുന്നതിന് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ ലക്ഷങ്ങൾ മുടക്കി നിയോഗിച്ചു. മാസപ്പടി കേസിൽ KSIDC വരെ കൊണ്ടുവന്നു. ലക്ഷങ്ങൾ രൂപ പ്രതിഫലം കൊടുത്ത് വലിയ അഭിഭാഷകനെ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ 40 തവണയായി മാറ്റിവെക്കുന്നു. എന്നാൽ കീഴ്ക്കോടതികളിൽ അനുകൂല വിധി തന്നെ ഉണ്ടാകുന്നു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ വിജിലൻസ് കേസൊന്നും വകുപ്പില്ലെന്ന് കോടതി വിധിച്ചു. ഇങ്ങനെ ആവശ്യവുമായി വരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മനസ്സിലാക്കി പോകും എന്നുവരെ കോടതി പറഞ്ഞു. മകൾക്കും മകന്റെ ഭാര്യാപിതാവിന്റെ കമ്പനിക്കും എല്ലാം സർക്കാർ ഒത്താശയുടെ പലതും കിട്ടുന്നു എന്ന ആരോപണം നാട്ടിലാകെ പടരുന്നു. ഗതാഗത വകുപ്പ് മേടിച്ച നിർമ്മിത ബുദ്ധി ക്യാമറയുടെ കാര്യത്തിലും K-ഫോണിന്റെ കാര്യത്തിലും എല്ലാം ബന്ധുക്കാരെ ബന്ധപ്പെടുത്തി കഥകൾ വരുന്നു. അതേക്കുറിച്ചൊന്നും സംസാരിക്കുവാൻ പോലും മുഖ്യമന്ത്രി പത്രക്കാരോട് തയ്യാറാവില്ല. കടക്കുപുറത്ത് എന്ന അദ്ദേഹത്തിന്റെ ഗർജനം കാലാതീതമാകുന്ന മട്ടുണ്ട്. 2ാം ഊഴം വന്നപ്പോഴേക്കും പിണറായി കൂടുതൽ സ്വേച്ഛാധിപതിയായി. മകളുടെ ഭർത്താവിനെ സഹമന്ത്രി ആക്കിയിട്ട് പാർട്ടിയിലോ പ്രതിപക്ഷത്തോ പോലും കാര്യമായ പ്രതികരണം ഉണ്ടായില്ല. തിരുവായ്ക്ക് എതിർവ പറയാത്ത മന്ത്രിമാരാണ് ഇപ്പോൾ മന്ത്രിസഭയിൽ ഉള്ളത്. മാടമ്പി എന്ന് ചിത്രീകരിക്കപ്പെടാറുള്ള പട്ടം താണുപിള്ളയ്ക്ക് പോലും കിട്ടാത്ത വിധേയത്വം മന്ത്രിമാരിൽ നിന്നും കിട്ടുന്ന മുഖ്യമന്ത്രി. നവകേരള സദസ് എന്ന അശ്വമേധം നടത്തിയ ഏക മുഖ്യൻ. ചികിത്സ അമേരിക്കയിൽ മാത്രം നിർബന്ധമാക്കിയ നേതാവ്. ഭാര്യയുടെ ചികിത്സയ്ക്കും സർക്കാർ പണം.
വന്നു വന്ന് രാജഭരണത്തെക്കാൾ നികുതി പണം ഭരിക്കുന്നവരുടെ സുഖലോലുപതയ്ക്കായി ദൂർത്തടിക്കുന്നതായി ജനാധിപത്യത്തിന്റെ കേരള പതിപ്പ്. ഇതെല്ലാം ഫ്ലാഷ് ബാക്കിൽ തെളിയുന്ന മുഖ്യമന്ത്രി പിണറായി, ഭാര്യ കമല, കൊച്ചുമകൻ ഇഷാൻ എന്നിവർക്ക് ഒപ്പമാണ് മെയ് 6-ന് ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE പര്യടനത്തിനായി പുറപ്പെട്ടത്. അതിന്റെ തലേന്ന് ഇഷാന്റെ അമ്മയും ഭർത്താവും ഗൾഫ് പര്യടനത്തിന് പുറപ്പെട്ടിട്ടുണ്ട്. മെയ് 6 മുതൽ 12 വരെ ഇന്തോനേഷ്യയിലും 12 മുതൽ 18 വരെ സിംഗപ്പൂരിലും 19 മുതൽ 21 വരെ UAE-യിലും ആവും മുഖ്യമന്ത്രിയും കുടുംബവും. പണ്ട് ഇങ്ങനെ ഒരു യാത്ര ക്രമീകരിച്ച അവസരത്തിലാണ് പോകുന്നതിന്റെ തലേന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ചെന്നൈയിൽ അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവരണം എന്ന വീട്ടുകാരുടെ അഭ്യർത്ഥന മാനിക്കാതെ പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിൽ കൊണ്ടുവരികയും മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് തടസ്സം വരാത്ത വിധം പെട്ടെന്ന് സംസ്കരിക്കുകയും ചെയ്തു. ഇക്കുറിയും യാത്രയെ ചൊല്ലി പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. മെയ് 6 മുതൽ 11 വരെയുള്ള മുഖ്യമന്ത്രിയുടെ ത്രിരാഷ്ട്ര യാത്ര ആരാണ് സ്പോൺസർ ചെയ്യുന്നത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അത് നിങ്ങൾ അറിയേണ്ടെന്നാണ് ഇടതുമുന്നണി കൺവീനർ ജയരാജൻ പറയുന്നത്. എല്ലാവരുടെയും കാര്യത്തിലും ഇതുതന്നെയാവും ഇനി ഇടതുമുന്നണിയുടെ സമീപനം. ഇതായിരുന്നില്ലല്ലോ ഇതുവരെയുള്ള സമീപനം. ഓർമ്മയിൽ നിൽക്കുന്നത് ഒരിക്കൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ബോംബെക്ക് പോയ സംഭവമാണ്. കരുണാകരൻ രഹസ്യമായാണ് ബോംബെക്ക് പോയതെന്ന് പറഞ്ഞ് നിയമസഭയിൽ മാർക്സിസ്റ്റുകാർ ഉണ്ടാക്കിയ കലാപം എന്തായിരുന്നു? എത്ര കാലത്തേക്കായിരുന്നു അതിനെ ചൊല്ലി പ്രകടനവും ബഹളവും? അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടലും. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ പാർട്ടി പ്രസിഡന്റായ താൻ ഏൽപ്പിക്കുന്ന രഹസ്യ ദൗത്യങ്ങൾ എങ്ങനെ പരസ്യമാക്കും? അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സഖാക്കളോട് മുഖത്തടിക്കും പോലെ ചോദിച്ചിട്ടും മുരൾച്ച നിർത്തിയില്ല അക്കാലത്തെ സമരക്കാർ. അതുകൊണ്ട് പാർട്ടിയുടെ അനുവാദത്തോടെ അദ്ദേഹം പോയത്. അതുകൊണ്ട് പാർട്ടി അനുവാദത്തോടെ തന്നെയാണ് അദ്ദേഹം അന്ന് പോയത് എന്നത് പ്രതിപക്ഷം വലിയ വിഷമമാക്കേണ്ട കാര്യമല്ല. എങ്കിലും ഭാരതത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്ര തീവ്രമായി നടക്കുമ്പോൾ എന്തേ CPM-ന്റെ ഏക മുഖ്യമന്ത്രിക്ക് ഇത്തരമൊരു അനുമതി? പാർട്ടിയുടെ ഏക ഏണിംഗ് മെമ്പർ എന്നതുകൊണ്ട് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയ്ക്കും ദേശീയ സെക്രട്ടറിക്കും മുകളിലാണോ? കേന്ദ്ര നേതൃത്വത്തിന്റെ ബലഹീനതയുടെ അടയാളമാണോ ഈ അനുമതി? അതുമല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ പിണറായി മുഖ്യമന്ത്രി പദവി ഒഴിയുകയാണോ? അതുകൊണ്ട് ഒരു വല്ലാത്ത ആനുകൂല്യം. ഇനി അതല്ലെങ്കിൽ CPM-ന്റെ സ്റ്റാർ പ്രചാരകരിൽ ഒരാളാകേണ്ട പിണറായിക്ക് എങ്ങനെ അവധി കിട്ടുന്നു? അദ്ദേഹം ചെന്നാൽ ഉള്ള വോട്ടുകൂടി നഷ്ടപ്പെടും എന്ന് CPM സത്യമായും ഭയപ്പെടുന്നുണ്ടോ? കേരളത്തിലെ കോൺഗ്രസുകാരുടെ പ്രചാരണം CPM വിശ്വസിച്ചോ? പിന്നെന്തിന് 12 സീറ്റിൽ വരെ വിജയിക്കും എന്ന് വോട്ടെടുപ്പിന് ശേഷവും അവകാശപ്പെട്ടു? മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയാണ് ജനങ്ങളുടെ മനസ്സ് മാറ്റിയത്. ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല എന്നെല്ലാം മാലോകരോട് വിളിച്ചു പറഞ്ഞത്. മുഖ്യമന്ത്രിയായ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് മറ്റും സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിന് പോകാൻ ചുമതലയില്ലേ എന്ന ചോദ്യവും ഉണ്ട്. പാർട്ടിയാണ് എല്ലാം എന്ന് പറയുന്നതെല്ലാം നാട്ടുകാരെ കബളിപ്പിക്കാനോ? ഒന്നും മനസ്സിലാകാത്ത ജനം. സ്തുതിപാഠകരുടെ വല്ലാത്ത പ്രയത്നം. കേരളത്തിൽ പോലും മോദിയെ വിമർശിക്കാതെ BJP-ക്കെതിരെ പോരാടാൻ ഞങ്ങളെ ഉള്ളൂ എന്ന് ചിലരെ ബോധ്യപ്പെടുത്തിയ പിണറായി എല്ലായിടത്തും പോകേണ്ടിയിരുന്നതല്ലേ? പൗരത്വ നിയമത്തോടുള്ള പിണറായിയുടെ എതിർപ്പ് കേരളത്തിൽ മാത്രമോ? കേരളത്തിൽ പോലും പിണറായി മോദിക്കെതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ. രാഹുലിനെതിരെ മാത്രമല്ലേ പറഞ്ഞത്? ഇനി യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ പലതും വരുന്നുണ്ട്. നിർമ്മിത ബുദ്ധി ക്യാമറകളുടെ പ്രയോജനം കിട്ടിയവർ ഗൾഫിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ക്യാമറ കൊണ്ട് അതിന്റെ ഇടപാടുകാർക്കല്ലേ ഇതുവരെ ഗതാഗത വകുപ്പിന് പ്രയോജനമൊന്നും ഉള്ളതായി കേട്ടില്ല. ഇനി പഴയ ലാവ്ലിൻ കേസിലെ കമല ഇന്റർനാഷണലിന്റെ നാടാണല്ലോ സിംഗപ്പൂർ. കേരളത്തിലെ ജനങ്ങൾ ചൂടിൽ വലയുമ്പോഴും പിണറായി സുഖയാത്ര നടത്തുന്ന കേന്ദ്രമന്ത്രി V. മുരളീധരന്റെ വാക്കുകളിലുള്ളത് അസൂയയോ ജനങ്ങളോടുള്ള സ്നേഹമോ? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒന്നായ CPM-ന്റെ പ്രതിനിധി കുറിക്കുന്നവയാണ് ഈ മാതൃകകൾ എന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയ കാര്യമാവുകയാണ്. കാരണം ഇന്ന് പിണറായിയുടെ ചെയ്തികളെ വാഴ്ത്തുന്നവർക്ക് നാളെ അഥവാ പ്രതിപക്ഷത്തായാലും എങ്ങനെ നാളത്തെ കോൺഗ്രസുകാരനോ BJP-കാരനോ ആയ മുഖ്യമന്ത്രി ഇതെല്ലാം ആവർത്തിച്ചാൽ അതിനെ വിമർശിക്കാനാവും.
അവർക്ക് മാത്രമല്ല, പിണറായിയുടെ ഏത് പ്രവൃത്തിയെക്കുറിച്ചും കമാന്നൊരക്ഷരം മിണ്ടാത്ത ഘടകകക്ഷികൾക്കും. തിരുവനന്തപുരം മേയർ ആര്യയുടെയും ഭർത്താവ് സച്ചിൻ ദേവ് MLA-യുടെയും അതിസാഹസികമായ ട്രാൻസ്പോർട്ട് ബസ് പിടുത്തം വല്ലാത്ത പതനത്തിലായി. കോടതിയുടെ നിർദ്ദേശപ്രകാരം മേയർക്കും MLA-ക്കും എതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം പോലീസിന് കേസ് എടുക്കേണ്ടി വന്നു. ഭരണാധികാരം ഉപയോഗിച്ച് കേസിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കിയതും ബസ് ഡ്രൈവർ ഇരയാക്കപ്പെടുന്നു എന്ന സംശയം സമൂഹത്തിൽ ഉണ്ടാക്കിയതും അവസാനം മേയർക്ക് തന്നെ വിനയായി. നേരെ മറിച്ച് ലക്ക് കെട്ട് ബസ് ഓടിച്ച് തന്നെ അശ്ലീല ചേഷ്ടകൾ കാണിച്ച ഡ്രൈവറെ പിടിക്കുവാൻ തങ്ങൾ കാറിൽ ചേസ് ചെയ്തെന്നും സീബ്ര ലൈനിൽ കാറിട്ട് വിലങ്ങി ബസ് തടഞ്ഞെന്നും ഡ്രൈവറെ പോലീസ് പിടികൂടുന്നതിന് സാഹചര്യം ഉണ്ടാക്കിയെന്നും സമ്മതിച്ചിരുന്നെങ്കിൽ, ആ കുറ്റങ്ങൾക്കുള്ള കേസെടുക്കുവാൻ പോലീസിനെ അനുവദിച്ചിരുന്നെങ്കിൽ ഇന്ന് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ജനങ്ങളിൽ വലിയ പങ്ക് മേയർക്കൊപ്പം ഉണ്ടാകുമായിരുന്നു. കാരണം KSRTC-യുടെ പല ഡ്രൈവർമാരിൽ നിന്നും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളവർ നിരവധിയുണ്ട്. അവരിൽ പലരും ആഗ്രഹിച്ചതും കേസും മറ്റും ഭയന്ന് വേണ്ടെന്ന് വെച്ചതുമാണ് മേയർ ചെയ്തത്. ഷീലോവിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.